بسم الله الرحمن الرحيم السلام عليكم ورحمة الله وبركاته. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് 5ാം ക്ലാസ് പൊതുപരീക്ഷാ വിദ്യാർത്ഥികൾക്ക് 2018 വർഷത്തിൽ താരീഖ്, അഖ്ലാഖ് എന്നീ 2 വിഷയങ്ങളിൽ നടത്തിയ പൊതുപരീക്ഷ ചോദ്യപേപ്പർ, അതിൻ്റെ ചോദ്യങ്ങളും ഉത്തരങ്ങളും അതിലൂടെ നമുക്ക് കടന്നു പോകാം. ഒന്നാമത്തെ ചോദ്യം, ശരി അടയാളപ്പെടുത്താം. ഇവിടെ ഒരു ചോദ്യത്തിന് 2 ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. ഒന്നാമത്തെ ചോദ്യം, ബദറിൽ ഷഹീദായ സ്വഹാബികൾ. നമുക്കറിയാം അത് 14 എന്നാണ്. 14ന്റെ നേരെ ടിക്കറ്റ് കൊടുക്കുക. ചോദ്യം 2, ജബലുർ റുമാത്തിൽ വിന്യസിക്കപ്പെട്ട അമ്പെയ്ത്തുകാർ 50. ചോദ്യം 3, മദീനയുടെ പ്രവേശന അതിർത്തിയിൽ കിടങ്ങ് കീറിയ ആളുകളുടെ എണ്ണം 3000 എന്നാണ് ടിക്കറ്റ് കൊടുക്കേണ്ടത്. 4, അഖീദയിലെ ഇമാമുകൾ. കർമ്മപരമായ മദ്ഹബിന്റെ ഇമാമുമാരെയും നമ്മൾ പഠിച്ചിട്ടുണ്ട്. അഖീദയിലുള്ള 2 ഇമാമുമാരെ, അത് 2 എന്നാണ് ഉത്തരം. 5, ഇമാം ഷാഫിഈ വഫാത്താകുമ്പോൾ വയസ്സ് 54. രണ്ടാമത്തെ പ്രവർത്തനം, ഒറ്റ വാക്കിൽ ഉത്തരം എഴുതാം എന്നാണ്. ഒന്നാമത്തെ ചോദ്യം, നിസ്ഫുൽ ഈമാനാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ സ്വഭാവം. നമുക്കറിയാം അസ്സബ്റു നിസ്ഫുൽ ഈമാൻ, ക്ഷമ ഈമാനിന്റെ പകുതിയാണ്. അപ്പോൾ ക്ഷമ എന്നാണ് അവിടെ എഴുതി കൊടുക്കേണ്ടത്. ചോദ്യം 2, മനുഷ്യനെ അധികവും നരകത്തിലെത്തിക്കുന്ന അവയവം. നാവ്. നമ്മുടെ പാഠഭാഗത്തിലുണ്ടല്ലോ. ചോദ്യം 3, അമൽ കൊണ്ട് അള്ളാഹുവിൻ്റെ പൊരുത്തം മാത്രം ഉദ്ദേശിക്കലാണ് ഇഖ്ലാസ്, ആത്മാർത്ഥത. ചോദ്യം 4, ഹജ്ജത്തുൽ വിദാഇന് ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജീവിച്ച കാലം 3 മാസം. 5, ഖൈബർ സമരത്തിൽ സൈന്യത്തെ നയിച്ചത് അലി റളിയല്ലാഹു അൻഹു. അടുത്ത പ്രവർത്തനം വിശദമാക്കാം എന്നാണ്. താഴെ കൊടുത്തിരിക്കുന്ന വിഷയങ്ങളെ വിശദമാക്കിയിട്ട് എഴുതാൻ. ചോദ്യം 1, നാവിൻ്റെ ശുക്ർ. നാവിൻ്റെ ശുക്രിൽപ്പെട്ട കാര്യങ്ങൾ എഴുതാനോ. അള്ളാഹുവിനെ സ്തുതി പറയുക, അവൻ ചെയ്ത നിഅമത്തുകൾ എടുത്തു പറയുക, ഇവ നാവിൻ്റെ ശുക്രിൽപ്പെട്ടതാണ്. അടുത്ത ചോദ്യം, സൽ സ്വഭാവം. പ്രശംസനീയമായ വാക്കുകൾക്കും പ്രവർത്തികൾക്കും പ്രേരകമാകുന്ന മാനസികാവസ്ഥക്കാണ് സൽ സ്വഭാവം എന്ന് പറയുന്നത്. അടുത്ത ചോദ്യം, ഖുതുബത്തുൽ വിദാഅ്. ഖുതുബത്തുൽ വിദാഅ് എന്ന് പറഞ്ഞാൽ എന്ത്? ഇസ്ലാമിൻ്റെ അടിസ്ഥാനപരമായ തത്വങ്ങളും ഗൗരവമായ ഉപദേശങ്ങളും അടങ്ങിയ ഒരു മനുഷ്യാവകാശ പ്രഖ്യാപനമായിരുന്നു ഖുതുബത്തുൽ വിദാഅ്. അടുത്ത ചോദ്യം, തൗബ. തൗബ എന്നാൽ എന്ത്?
ദോഷത്തെ തൊട്ട് ഖേദിച്ചു മടങ്ങലാണ് തൗബ. അഞ്ചാമത്തെ ചോദ്യം, തസ്കിയത്തുൽ ഖുലൂബ് എന്നാൽ എന്ത്? ദുഷിച്ച വിശ്വാസം, വിചാരം, വികാരം എന്നിവയിൽ നിന്ന് ഖൽബിനെ ശുദ്ധിയാക്കലാണ് തസ്കിയത്തുൽ ഖുലൂബ്. ഇനിയുള്ള പ്രവർത്തനം പൂർത്തിയാക്കാം. വിട്ട ഭാഗം പൂരിപ്പിച്ചു കൊടുക്കുക. ഒന്നാമത്തെ ചോദ്യം, ഹുദൈബിയ കരാർ മൂലം മുസ്ലിങ്ങൾക്ക് ഡാഷ് ഉണ്ടായിട്ടുണ്ട്. ഹുദൈബിയ കരാർ മൂലം മുസ്ലിങ്ങൾക്ക് നിരവധി നേട്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതിൽ രണ്ടാമത്തെ ചോദ്യം, കിടങ്ങ് കാരണം ഈ യുദ്ധത്തിനു ഡാഷ് എന്ന് പറയുന്നു. കിടങ്ങ് കാരണം ഈ യുദ്ധത്തിനു ഖന്തഖ് യുദ്ധം എന്ന് പറയുന്നു. 3. ഖൈബറിൽ നിന്ന് ധാരാളം ഡാഷ് ലഭിക്കുകയുണ്ടായി. ഖൈബറിൽ നിന്ന് ധാരാളം ഗനീമത്ത് ലഭിക്കുകയുണ്ടായി. നാലാമത്തെ ചോദ്യം, അബ്ബാസ് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഡാഷ് എന്ന കുതിരയുടെ പുറത്തു കയറി. അബ്ബാസ് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ബൈളാ എന്ന കുതിരയുടെ പുറത്ത് കയറി. അഞ്ചാമത്തെ ചോദ്യം, ഇന്നല്ലാഹ യഖ്ബലു തൗബത്തൽ അബ്ദി ഡാഷ്. ഇന്നല്ലാഹ യഖ്ബലു തൗബത്തൽ അബ്ദി മാലം യുഗർഗിർ. ഇനിയുള്ള പ്രവർത്തനം ശരി അടയാളപ്പെടുത്താം എന്നാണ്. ഇവിടെ ബ്രാക്കറ്റിൽ ഉത്തരങ്ങൾ ഉണ്ട്, അത് ശരിയാക്കി കൊടുക്കാനാ. ഒന്നാമത്തെ ചോദ്യം, ഹംസ റളിയല്ലാഹു അൻഹു ഷഹീദായ യുദ്ധം ഉഹദ്. 2. വിട്ടുവീഴ്ചയുടെ വിജയം ഹുദൈബിയ. ഹിജ്റ 8-ാം വർഷം നടന്ന യുദ്ധം മുഅ്തത്ത്. 4. മക്ക യാത്രയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സൈന്യത്തെ രണ്ടാക്കിയ സ്ഥലം. നമുക്കറിയാം ദീ തുവ എന്ന സ്ഥലത്തെത്തിയപ്പോൾ. അപ്പോൾ ദീ തുവ. 5. ഹുനൈൻ യുദ്ധശേഷം സ്വഹാബികൾ വളഞ്ഞത് ത്വായിഫ്. ത്വായിഫ് എന്ന സ്ഥലത്ത് വെച്ചാണ് വളഞ്ഞിരുന്നത്. അടുത്ത പ്രവർത്തനം സാരം എഴുതാം, അർത്ഥം എഴുതാനാ. ഒന്നാമത്തെ ചോദ്യം, ഖാലിഖിൻ നാസ ബിഖുലുഖിൻ ഹസൻ. മനുഷ്യരോട് നീ സൽ സ്വഭാവത്തിൽ പെരുമാറുക. രണ്ടാമത്തെ ചോദ്യം, ലാ ഈമാന ലിമൻ ഹയാ അലഹു. ലജ്ജയില്ലാത്തവന് ഈമാനും ഉണ്ടായിരിക്കുകയില്ല. മൂന്നാമത്തെ ചോദ്യം, ലാ യസ്നി സാനി ഹീന യസ്നി വഹുവ മുഅ്മിൻ. യഥാർത്ഥ മുഅ്മിനായ നിലയിൽ ഒരാളും വ്യഭിചാരം നടത്തുകയില്ലെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. നാലാമത്തെ ചോദ്യം, അഫല അകൂന അബ്ദൻ ഷക്കൂറ. ഞാനൊരു നന്ദിയുള്ള അടിമ ആകേണ്ടയോ? അഞ്ചാമത്തെ ചോദ്യം, ജാ അൽ ഹഖു വസഹഖൽ ബാത്തിലു. സത്യം വന്നു, അസത്യം നശിച്ചു.